മലപ്പുറം കോട്ടക്കലിൽ ഭക്ഷണത്തിൽ രാസലഹരി കലർത്തി ലഹരിക്ക് അടിമയാക്കി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വർഷങ്ങളോളം പീഡിപ്പിച്ചതായി പരാതി. സംഭവത്തിൽ വേങ്ങര ചേരൂർ സ്വദേശി ആലുങ്ങൽ അബ്ദുൽ ഗഫൂറിനെ അറസ്റ്റ് ചെയ്തു. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പെൺകുട്ടിയെ ഇയാൾ പരിചയപ്പെട്ടത്. സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്തയാണ് മലപ്പുറത്തു നിന്നും വരുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഈ കുട്ടിയെ എന്ത് പറഞ്ഞാണ് ഇയാൾ കെണിയിലാക്കിയത്? ഒപ്പം തന്നെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്, വർഷങ്ങളോളം പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ ലഹരിക്ക് അടിമയാക്കിയത് തൊട്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്താണ് ഇതിപ്പോൾ, എങ്ങനെയാണ് ഈ വിവരം പുറത്തറിയുന്നത്? പ്രജിൻ, മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. പോക്സോ കേസിൽ കോട്ടക്കൽ പോലീസാണ് വേങ്ങര ചേറൂർ ആലുങ്ങൽ സ്വദേശി അബ്ദുൽ ഗഫൂർ എന്ന 23-കാരനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2020-ലാണ് ഈ സംഭവം നടക്കുന്നത്. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഈ യുവാവ് ഈ പ്രായപൂർത്തിയാവാത്ത +1 വിദ്യാർത്ഥിയായ പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ഈ പ്രതി ഈ പെൺകുട്ടിക്ക് ഭക്ഷണത്തിൽ ലഹരി കലർത്തി നൽകുകയായിരുന്നു. പ്രണയം നടിച്ച് ലഹരി കലർത്തി നൽകി ഇങ്ങനെ ഈ ലഹരിക്ക് പെൺകുട്ടിയെ അടിമയാക്കി മാറ്റി. അങ്ങനെ 2020 മുതൽ 2025 കാലം വരെ ഈ വർഷങ്ങളോളം ഈ യുവാവ് ഈ ക്രൂരമായ പ്രതി പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. അങ്ങനെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ പെൺകുട്ടിയുടെ സ്വഭാവത്തിലും മറ്റുമുള്ള ചില പ്രശ്നങ്ങളും സംശയങ്ങളും കാരണം വീട്ടുകാർ ഈ പെൺകുട്ടിയെ ആശുപത്രിയിലും പ്രവേശിച്ച് ചികിത്സ തേടുകയായിരുന്നു. ആ ഒരു സമയത്താണ് പെൺകുട്ടി ലഹരിക്ക് അടിമയാണെന്ന് ഈ പെൺകുട്ടി പോലും തിരിച്ചറിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ വർഷങ്ങളോളം ഈ യുവാവാണ് ഈ പെൺകുട്ടിക്ക് ഈ ഭക്ഷണത്തിലും മറ്റുമായി രാസലഹരി MDMA കലർത്തി നൽകിയത് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. അതിന് പിന്നാലെ പെൺകുട്ടിയെ മാതാപിതാക്കൾ ഈ ഡി അഡിക്ഷൻ സെന്ററിലോട്ട് മാറ്റി. അങ്ങനെ ഏറെ ദിവസത്തെ ചികിത്സക്ക് ഈ പെൺകുട്ടിയെ വിധേയമാക്കി. പെൺകുട്ടി ലഹരിയിൽ നിന്നും പെൺകുട്ടി മോചിതയായി. അങ്ങനെ മോചിതയായ ശേഷമാണ് ഈ പെൺകുട്ടി ഇത്ര നാൾ താൻ ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ള കാര്യം ഈ പെൺകുട്ടി തന്നെ തിരിച്ചറിയുന്നത്. അതിനുശേഷമാണ് ഈ പീഡന വിവരങ്ങളെല്ലാം തന്നെ, ബലാത്സംഗ വിവരങ്ങളെല്ലാം തന്നെ ഈ പെൺകുട്ടി വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നാലെ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കോട്ടക്കൽ പോലീസിനെ സമീപിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ കോട്ടക്കൽ പോലീസ് വിശദമായി ഈ അന്വേഷിച്ച ശേഷം ഈ പ്രതിയായിരിക്കുന്ന ഈ അബ്ദുൽ ഗഫൂറിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം, ഈ പല ഘട്ടങ്ങളിലായി ഈ പ്രതി ഈ 5 വർഷ കാലയളവിൽ ഈ പെൺകുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കി എന്നുള്ളതാണ്. അങ്ങനെ ഈ ലൈംഗിക അല്ലെങ്കിൽ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളും ഈ പ്രതി മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും അത് വെച്ച് ഭീഷണിപ്പെടുത്തി ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും സ്വർണ്ണാഭരണവും പ്രതി കൈക്കലാക്കി എന്നുള്ളതാണ് ഈ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ വ്യക്തമാക്കുന്നത്. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നത്, ഈ പ്രതിയായിരിക്കുന്ന ഇയാൾ ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം, വർഷങ്ങളോളം ഒരു പെൺകുട്ടി പോലും അറിയാതെ ലഹരിക്ക് അടിമയാക്കി മാറ്റുന്നു. അങ്ങനെ ക്രൂരമായ പീഡനത്തിനിരയാകുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടി ലഹരിക്ക് അടിമയായിരുന്നു, താൻ ഇത്ര നാളെന്ന് തിരിച്ചറിയുന്നു. പിന്നാലെ ഇത്ര നാൾ താൻ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള ബോധ്യം ഈ പെൺകുട്ടിക്ക് വരുന്നു. പിന്നാലെ പോലീസിനെ സമീപിക്കുന്നു. കോട്ടക്കൽ പോലീസ് അതിവേഗം നടപടിയെടുത്ത് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രജിൻ, സമീർ, ഈ വിഷയത്തിൽ ഈ കേസിൽ അത് പല വകുപ്പുകൾ ചുമത്താവുന്നൊരു കുറ്റകൃത്യവുമാണ്. കാരണം ഇതിൽ പോക്സോ മാത്രമല്ല, ആ രീതിയിൽ രാസലഹരിയുടെ ഉപയോഗമുണ്ട്. ഒരു പെൺകുട്ടിക്ക് ഭക്ഷണത്തിൽ ഈ രാസലഹരി കലർത്തി നൽകി മാനഭംഗപ്പെടുത്തുക, അങ്ങനെ പല കേസുകൾ, പല വകുപ്പുകൾ ചുമത്താവുന്ന കുറ്റകൃത്യങ്ങളുണ്ട്. അപ്പോൾ എന്താണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ? പോലീസ് എങ്ങനെയാണ് ഈ കേസിൽ ഇപ്പോൾ നടപടിയെടുക്കുന്നത്? ഏതൊക്കെ വകുപ്പുകൾ ഈ പ്രതിക്ക് ചുമത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രജിൻ, നിലവിൽ പോലീസ് പ്രതിക്കെതിരെ പോക്സോ കേസ് പ്രകാരമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പോലീസും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയും എല്ലാം തന്നെ നടത്തി വരികയാണ്. പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചേർക്കുമെന്നുള്ളതാണ് കോട്ടക്കൽ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പെൺകുട്ടി പ്രായപൂർത്തിയാവാത്ത സമയം മുതൽ ആരംഭിക്കുന്ന പീഡനം 5 വർഷം വരെ തുടർന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയായി പോലീസും വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ഈ പെൺകുട്ടിയെ ലഹരിക്കടിമയാക്കി ആദ്യം ഇയാൾ ചെയ്യുന്നത് ഈ ഒരു വീട്ടിൽ ഈ പെൺകുട്ടിയെ എത്തിക്കുന്നില്ല. ഈ പ്രണയം നടിച്ചാണ് ഈ പെൺകുട്ടിയെ ആദ്യമായി ഒരു വീട്ടിൽ എത്തിക്കുന്നത്. അങ്ങനെ ആ വീട്ടിൽ വെച്ച് ആദ്യമായി ഭക്ഷണത്തിൽ ഈ രാസലഹരി കലർത്തി നൽകുന്നു. അങ്ങനെ വീണ്ടും തുടർച്ചയായി പെൺകുട്ടിക്ക് ഇങ്ങനെ പല ഘട്ടങ്ങളിലായി യുവാവ് ലഹരി ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴൊന്നും ഈ പെൺകുട്ടിക്ക് താൻ കഴിക്കുന്നത് ലഹരിയാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പെൺകുട്ടിയെ പ്രണയം നടിച്ചാണ് യുവാവ് വശത്താക്കിയിരിക്കുന്നത്. അങ്ങനെ പല ഘട്ടങ്ങളിലായി പലയിടത്ത് വെച്ച് ഈ പെൺകുട്ടിയെ യുവാവ് ക്രൂരമായി തന്നെ പീഡിപ്പിക്കുന്നു. പല ഘട്ടങ്ങളിലായി ലഹരി നൽകുന്നു. അങ്ങനെ
ഏറ്റവും ഒടുവിൽ വീട്ടുകാർക്ക് പല ഘട്ടങ്ങളിലായി ഈ പെൺകുട്ടിയുടെ സ്വഭാവത്തിലൊക്കെ തന്നെ ഒരു വശപ്പിശക് അനുഭവപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഈ ഒരു സമയത്ത് ആദ്യം ഒരു ആശുപത്രിയിൽ ചികിത്സക്കായി സമീപിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് ഈ ഡോക്ടേഴ്സ് ചില സംശയം പ്രകടിപ്പിക്കുന്നത്. അതിന് പിന്നാലെ ഈ പെൺകുട്ടിയെ ഡി അഡിക്ഷൻ സെന്ററിലോട്ട് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ വെച്ച് വളരെ വിശദമായി ഇവിടുത്തെ ഡോക്ടേഴ്സ് ഈ പെൺകുട്ടിയെ കൗൺസിൽ ചെയ്യുന്നു. അപ്പോഴാണ് ഈ ഒരു പീഡന വിവരം പുറത്തു വരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പരാതി നൽകി ഈ യുവാവ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. പ്രജിൻ, സമീർ ബിൻ കരീമാണ് മലപ്പുറത്തുനിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.